ഹലോ ഫ്രണ്ട്സ്, മന്ദാകിനി ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പേര് ഹാരിഷ്. എൻ്റെ പഴയ ഹീറോയുടെ കരിസ്മയ്ക്ക് LED ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഓട്ടോഫൈ എന്ന ബ്രാൻഡിൻ്റെ ഹെഡ്ലൈറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് LED ആണ്. 40 വാട്ട്സ് പവറുണ്ട്. ഇത് 40 വാട്ട്സ് ഹൈ ബീമും 20 വാട്ട്സ് ലോ ബീമും. മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് 2500 രൂപയ്ക്കാണ് ഒരു പെയർ വാങ്ങിയത്. അത് 2 ഹെഡ്ലൈറ്റ് 1499 രൂപ MRP ആണെന്ന് എഴുതിയിരിക്കുന്നു ഒരെണ്ണത്തിന്. സ്പെസിഫിക്കേഷനൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് എത്രമാത്രം അക്യുറേറ്റ് ആണെന്നൊന്നും അറിയില്ല. വാറണ്ടി രജിസ്റ്ററുള്ള QR ആണ് കണ്ടത്. ഇതിനുള്ള തുറന്നു നോക്കുമ്പോൾ തന്നെ കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട്. ബേസിക്കലി വാറണ്ടി ഇൻഫർമേഷൻ, കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെയാണ് ഉള്ളത്. ഇത് പ്രൗഡായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ചിപ്പ് ഉൾപ്പെടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ അതേ അസംബിൾഡ് ഇന്ത്യയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. വാറണ്ടി രജിസ്ട്രേഷനൊക്കെ ഈസി ആയിരുന്നു. അവർ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നു. ഈ കാണുന്ന കോഡ് അടിച്ചു കൊടുത്തിട്ടാണ് വാറണ്ടി രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഈസി ആയിരുന്നു. ഇനി നമുക്ക് ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്. ഡിമ്മിന് വേണ്ടിയിട്ട് രൗണ്ട് ഡ്രൈവറും ബ്രൈറ്റിന് വേണ്ടി ഒരു ഡ്രൈവറാണ് ഉള്ളത്. ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബ്രാക്കറ്റ്, അതായത് അഡാപ്റ്റർ അഴിച്ചെടുക്കാൻ പറ്റും. H4 ഫിറ്റ് ചെയ്യാനുള്ള അതാണ് നമ്മുടെ ഫാൻ. പിന്നെ ഈ ഡ്രൈവർ യൂണിറ്റിൽ ഹൈ പവർ 40 വാട്ട്സ് എന്നും ലോ പവർ 20 വാട്ട്സ് എന്നും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ H4 കണക്ടറാണ് ഇതിന് വരുന്നത്. ഈ കണക്ടറുള്ള എല്ലാ ബൈക്കിനും ഇത് ഫിറ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ AC കണക്ഷനുള്ള ബൈക്കുകൾ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. നമ്മുടെ കരിസ്മയ്ക്ക് എന്തായാലും DC ആണ്, അതിനത് ഡയറക്റ്റ് ഫിറ്റാകും. വണ്ടിയുടെ ഫെയറിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല. ഈ റബ്ബർ കവർ അഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹെഡ്ലൈറ്റിലേക്ക് ആക്സസ് ഉണ്ട്. ഈ ക്ലിപ്പ് പ്രസ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ H4 ബൾബ് ഈസി ആയിട്ട് ഊരിയെടുക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 60/55 വാട്ട്സ്, അതായത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഹാലജൻ ബൾബാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒട്ടും വെട്ടമില്ലായിരുന്നു. റോഡിലൊന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓടിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല, റോഡിൻ്റെ കണ്ടീഷനും മോശമാണ്. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. അതുമാത്രമല്ല, പവർ കൺസംഷനും കൂടുതലാണ്. LED ഹെഡ്ലൈറ്റ്, ആ ബൾബ് ഡയറക്റ്റ് ഫിറ്റാണ്. കയറ്റി വയ്ക്കുക, ആ ക്ലിപ്പ് പിടിച്ചിടുക. ക്ലിപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് കയറ്റിയിട്ടാൽ മതി. ബിക്കോസ് ആ ഫാൻ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് കയറാനായിട്ട് ശകലം പാടുണ്ട്. പക്ഷെ എന്നാലും ഈസി ആയിട്ട് ഇടാം. ഇത്രേ ഉള്ളൂ കാര്യം. പക്ഷേ ഇതിലൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ റബ്ബർ ക്യാപ്പ് തിരിച്ചിടാൻ പറ്റില്ല. കാര്യം ആ ഹോള് വളരെ ചെറുതാണ്, ഫാൻ്റെ ഡയമീറ്റർ കൂടുതലാണ്. സോ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ വേണ്ടി വരും. കാണിക്കാം. ഒരാവേശത്തിൽ ഞാൻ ആ റബ്ബർ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ ആലോചിച്ചപ്പോൾ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് ലൈറ്റ് ആ സ്ലോട്ടിലേക്ക് ഇടുക, ക്ലിപ്പ് പിടിച്ചിടുക. ഇനി ഇത് ഹോൾ വലുതായതിനു ശേഷം റബ്ബറിൽ കൂടി ആ ഡ്രൈവർ യൂണിറ്റും നമ്മുടെ H4 കണക്ടറൊക്കെ ഈസി ആയിട്ട് കയറി പോകും. പിന്നെ ആ ഹോള് വലുതായത് വളരെ നല്ലതാണ്. കാര്യം എയർ മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് H4 കണക്ടറിലേക്ക് ആ സോക്കറ്റ് എടുത്ത് കണക്ട് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. വയറിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഡ്രൈവറിനെ വെറുതെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റില്ല. അതെവിടെയെങ്കിലും മൗണ്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും അത് കിടന്ന് അടിച്ച് വൈബ്രേറ്റ് ചെയ്ത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാണുന്ന ആ ഒരു ചെറിയ സ്പേസിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. ഫെയറിംഗ് എടുത്ത് തിരിച്ച് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മുടെ LED. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. പകല് നോക്കിയാൽ വലുതായിട്ടൊന്നും കാണില്ല. എന്നാലും വെറുതെ ഒന്ന് ഓണാക്കി നോക്കാം. വണ്ടി ഓണാക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ഹെഡ്ലൈറ്റ് ഓണാക്കി. ഒരു ചെറിയൊരു ലൈറ്റ് പോലെ അവിടെ കാണുന്നുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ബ്രൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ബ്രൈറ്റിൻ്റെ ചിപ്പും കത്തുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ രാത്രി നോക്കിയാലേ കൃത്യമായി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് രാത്രി നോക്കാം. ഇപ്പോൾ ഞാൻ ഡിമ്മിട്ടിരിക്കുകയാണ്, പക്ഷേ ആ വണ്ടി ബ്രൈറ്റ് അടിച്ചു. അതിൻ്റെ റീസൺ നമുക്ക് പിന്നെ സംസാരിക്കാം.
ഡിമ്മിൽ നല്ല വെട്ടമുണ്ട്, വളരെ നല്ല വെട്ടമുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി കൺസംഷനും വളരെ കുറവായതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഡിമ്മിൽ ഞാൻ ഹാപ്പിയാണ്. ബ്രൈറ്റ് എത്ര പോരാ, എന്നാലും ഞാൻ ബോധഡല്ല. ഞാൻ ബ്രൈറ്റ് ഇട്ട് ഓടിക്കുന്ന ആളെയല്ല. പക്ഷേ ബ്രൈറ്റ് ഇടുമ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് വരുന്നൊരവസ്ഥ. ഡിമ്മിലും ഇതാണ് അവസ്ഥ. ഓപ്പോസിറ്റ് വരുന്നവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡിമ്മിൽ ഇങ്ങനെ, ബ്രൈറ്റിൽ ഇങ്ങനെയാണ്. അതായത് ഡിം ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്നവർക്ക് കണ്ണിൽ ക്ലിയർ അടിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ അറിയാം, ഇതിന് ഡിമ്മിലൊരു കട്ട് ലൈൻ ഇല്ല. ഡിമ്മിൻ്റെ LED ചിപ്പുകളുടെ ഇംപ്രോപ്പർ പ്ലേസ്മെൻ്റ് ആണ് അതിന് കാരണം. ആ ഡിസൈൻ പോരാ. അതായത് അവിടെ ഒരു ഷീൽഡ് വരേണ്ടതാണ്, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടതാണ്. അതവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും ബ്രൈറ്റ് ഇട്ട് ഓടിക്കാത്ത ഒരാളാണ് ഞാൻ. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വലിയ കുറ്റബോധമായിരിക്കും. അപ്പോൾ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കണം. ഞാൻ ഇതിൻ്റെ ബീമിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും പ്രശ്നമുണ്ട്. ഇതല്ലാതെ മറ്റൊരു പോരായ്മയും ഞാനിതിൽ കണ്ടില്ല. നല്ല വെട്ടമുണ്ട്, പവർ കൺസപ്ഷനും കുറവാണ്. അതുപോലെ തന്നെ വെൽ ബിൽറ്റാണ്. വാറണ്ടി സപ്പോർട്ടും നന്നായിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വാങ്ങാനുള്ള പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് നമ്മളുടെ ഈ ചെറിയ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സഹായിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു. ബൈ.